ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 1 kgയുടെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് 3 പ്രാവശ്യം നന്നായിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതുപോലെ അരിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീറ്റായി തുടങ്ങാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ബട്ടർ എസൻസ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ എസൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പഞ്ചസാരക്ക് അതിലേക്ക് നന്നായിട്ട് ചേർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് സ്ലോ ആക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് മിക്സായി കിട്ടിയാൽ നമുക്ക് നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ കൂട്ടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ടൊരു 3-4 ബാച്ചായിട്ട് വേണം മൈദ കൂട്ടി ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ബ്ലൂബെറി കേക്കാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ബ്ലൂബെറി ക്രഷും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ ഇതിലേക്കൊരു നല്ലൊരു ഫ്ലേവറാണ്. ഈ ഒരു കേക്ക് ബേക്കായി വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂണ് ബ്ലൂബെറിയുടെ ക്രഷ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ മുന്നേ സ്ട്രോബെറി കേക്കൊക്കെ കാണിച്ചപ്പോൾ അതിൽ ക്രഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് ബ്ലൂബെറിയുടെ ക്രഷാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനൊരു ബ്ലൂബെറി ചീസ് കേക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൈദ മുഴുവനായിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. അതുപോലെ ഇതൊരു 3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു 30 മിനിറ്റിന് മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഓവൻ്റെ ആ ടെമ്പറേച്ചറാണ് കേട്ടോ, 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വേണം കേട്ടോ ബേക്കിംഗ് ടൈം കൊടുക്കാനായിട്ട്. അല്ലാതെ റെസിപ്പിയിൽ എല്ലാവരും പറയുന്ന റെസിപ്പിയിലുള്ള കണക്ക് നോക്കിയിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ബേക്കായി കിട്ടാൻ എത്ര ടൈം എടുക്കാറുണ്ടോ ആ ഒരു ടൈം മാത്രം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഓവൻ്റെ ഒരു കണക്കാണ് ഞാനിതിലെല്ലാത്തിലും പറയുന്നത് കേട്ടോ റെസിപ്പിയിൽ. ഇപ്പോൾ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനും 35 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്യൂർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്കൊക്കെ ചൂടാറിയിട്ട് ഇവിടെ
ഞാൻ ടിന്നിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇനി 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ടേൺ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫസ്റ്റ് കോട്ട് ക്രീം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് ക്രീം ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലൂബെറിയുടെ ക്രഷ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഇതിലേക്ക് ക്രഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുന്നേ ഞാൻ സ്ട്രോബെറിയുടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ക്രഷ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഫില്ലിങ് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോ അങ്ങനെ കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവലാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ക്രഷ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 3rd ലെയറും വെച്ചിട്ടോ. ഇനി വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്തെടുക്കണം. ഫസ്റ്റ് കോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വൃത്തിക്ക് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മതി. സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സെക്കൻഡ് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് നല്ല ക്ലിയർ ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി ഗണാഷ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബട്ടറും കൂടി ചേർത്ത് ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലൂബെറിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ജെൽ കളറാണ് കേട്ടോ. പർപ്പിൾ കളറ് ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു 2 ഡ്രോപ്സും കൂടി ഇട്ടിച്ച് കൊടുത്താൽ നമ്മളെ ഗണാഷ് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടുള്ള ഈ ഒരു കേക്കിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മളെ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കേക്കിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ ബോർഡ്
സൈഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതിനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂറിൻ്റെ സ്റ്റാർ നോസിലി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഡെക്കറേഷന് നിങ്ങൾക്ക് ഇതിന് മുകളിൽ എന്ത് വേണമെങ്കിലും ഫ്ലവർ വരയ്ക്കണമെങ്കിൽ ഫ്ലവർ വരച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേഷനൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ വലതു ഭാഗത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും. അവിടെ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.